ഒരു സംവിധാനം അന്ന് പുനഃസ്ഥാപിക്കപ്പെടും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർക്കുകയുണ്ടായി, അന്ന് മനുഷ്യന്മാരൊക്കെ ദീർഘായുസുള്ളവരായിട്ട് മാറും, രോഗങ്ങൾ കാണുകയില്ല, രോഗങ്ങളില്ലാത്ത ഒരു സ്ഥിതി വരും. അതിനൊക്കെ കാരണം പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൂടിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ, ആധിപത്യം ഏറ്റെടുത്ത് അധികാരം നടത്തുവാനായിട്ട് വരുമ്പോൾ, മഹോദരവകാലത്തെ വലിയ കെടുതികൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. യേശു കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ സഭയെടുക്കപ്പെട്ട ശേഷം വരുവാനിരിക്കുന്ന പീഡനകാലത്ത് ലോക വ്യവസ്ഥിതികൾ മുഴുവൻ താളം തെറ്റും. ഇപ്പം തന്നെ നമുക്കറിയാം, വായുമണ്ഡലവും കരവും ജലവും എല്ലാം പൊള്യൂട്ടഡാണ്, മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ പ്രതിസന്ധി വർദ്ധിക്കുകയാണ്, കാലാവസ്ഥകളൊക്കെ മാറി. ഇങ്ങനെയുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഇന്ന് മനുഷ്യ ജീവിതത്തിനും മറ്റ് ജീവജന്തുക്കളുടെ ഒക്കെ നിലനിൽപ്പിന് ഒരു ഭീഷണിയായിട്ട് മാറുകയാണ്. അതുകൂടാതാണ് യുദ്ധങ്ങളും മറ്റ് കലാപങ്ങളും, ഇങ്ങനെയുള്ള സമൂഹത്തിലെ അസമാധാനവും അസന്തുലിതമായ അവസ്ഥകൾ. അപ്പോൾ ഇതെല്ലാം കൂടിക്കൂടി വരികയാണ്. പീഡനകാലത്ത് ഇത് അനേക മടങ്ങായി വർദ്ധിക്കും. അതിൻ്റെ ഫലമായിട്ട് ഭൂമിയുടെ സ്ഥിതികളാകെ താറുമായ ഒരവസ്ഥയിലായിരിക്കും. അതിൽ നിന്നും ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ടാണ്, ഈ ഭൂഘടനയിലൊക്കെ കാര്യമായ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടാണ് നമ്മുടെ കർത്താവ് തൻ്റെ വാഴ്ച ആരംഭിക്കുന്നത്. ആ വാഴ്ച ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധ കാര്യങ്ങൾ നടക്കും. ആ ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് പ്രാരംഭത്തിൽ ചിന്തിക്കാം. നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവചനം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് യഹോവ സിയോൻ പർവ്വതത്തിൽ ആ വാഴുന്ന കാലത്ത്, അല്ലെങ്കിൽ യെരൂശലേം തലസ്ഥാനമാക്കി ഭരണം നടക്കുന്ന കാലത്ത്, ഈ ഭൂപ്രകൃതിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഭൂമിയിൽ മാത്രമല്ല, ആകാശമണ്ഡലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. 34-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഇതിനോട് ചേർത്തൊന്ന് വായിക്കും. യെശയ്യാവ് തന്നെ 34:4. ഇപ്പം നമ്മൾ വായിച്ച ഈ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മഹാപീഡന കാലത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കർത്താവും തൻ്റെ പ്രഭാഷണങ്ങളിൽ ആ കാര്യമൊക്കെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മത്തായി 24, ലൂക്കോസ് 21 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ യുഗാവസാനത്തിൻ്റെ ലക്ഷണങ്ങളും കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ സൂചനകളൊക്കെ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ പ്രസ്താവിച്ച കാര്യങ്ങളോട് വളരെ സാമ്യമുള്ള കാര്യമാണ് ഇവിടെ യെശയ്യാ പ്രവാചകനും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് മഹോദരവകാലത്ത് നടക്കും എന്ന് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ നടക്കുന്ന കാലത്ത് അതിൽ ഉൾപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇതിൽ ചിലത് നമ്മൾ പിന്നാലെ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ യേശു കർത്താവ് ഭരണം ഏറ്റെടുക്കുമ്പോൾ ഈ കാര്യത്തിനൊക്കെ വ്യത്യാസം വരും. അതാണ് നമ്മൾ ആദ്യം വായിച്ച 4-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ കാണുന്നത്. യഹോവ 4-ാം വാക്യത്തിൽ കാണുന്നത്, സിയോൻ പർവ്വതത്തിൽ നമ്മുടെ കർത്താവ് വാഴുമ്പോൾ സകല വാസസ്ഥലങ്ങളിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിന് ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കുമെന്നുള്ള വാക്ക് തന്നെയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ തത്തുല്യമായ പദമാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലില്ലാത്തതും മനുഷ്യവാസത്തിന് ഏറ്റവും ആവശ്യമായതുമായ അനുകൂലമായ ഒരു അന്തരീക്ഷ മണ്ഡലം, ഒരു വായുമണ്ഡലം അല്ലെങ്കിൽ ആകാശവിധാനങ്ങൾ സൃഷ്ടിക്കും. നമ്മൾ ഈ മേലോട്ട് നോക്കുമ്പോൾ ആകാശം എന്ന് പറയുന്നത് ഒന്നായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സംവിധാനമാണെന്ന് തോന്നും. എന്നാൽ ശാസ്ത്രീയമായി നമുക്ക് പഠിച്ചാൽ മനസ്സിലാകും, ഇത് ഒരുപാട് തട്ടുകളുണ്ട്. തട്ടായിട്ട് അടുക്കടുക്കായിട്ടിരിക്കുന്നതാണ് ഈ ആകാശമണ്ഡലം. നമ്മുടെ തൊട്ട് മുകളിലുള്ളത് വായുമണ്ഡലം എന്നാണ് പറയും. നമുക്ക് ശ്വസിക്കാൻ കഴിയുന്ന ഓക്സിജനും അതുപോലെ മറ്റ് വിവിധ വാതകങ്ങളൊക്കെ ഉള്ളൊരു മണ്ഡലമുണ്ട്. അത് ചില കിലോമീറ്ററുകൾ ഉയർത്തി ചെന്ന് കഴിഞ്ഞാൽ അത് തീരും. അത് കഴിഞ്ഞാൽ മറ്റൊരു മണ്ഡലമാണ്. ഇങ്ങനെ പല മണ്ഡലങ്ങളുണ്ട്. അതിനൊക്കെ ഉയരത്തിലാണ് നക്ഷത്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമണ്ഡലം എന്ന് പറയുന്നത്. ശാസ്ത്രീയമായിട്ട് ഈ 1-ാമത്തെ മേഖലയെ ട്രാപ്പോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് മുകളിൽ ഇങ്ങനെ വേറെ ലെയറുകളുണ്ട്. നമുക്ക് വളരെ പരിചയമുള്ളത് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഭൂമിക്ക് ഈ ഓക്സിജനൊക്കെ നൽകുന്നതിന് വളരെ സഹായകരമായ ഒരു മണ്ഡലമാണത്. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് അതിൽ വലിയ വിള്ളലൊക്കെ ഉണ്ടായിട്ട് സൂര്യരശ്മികളൊക്കെ നേരിട്ട് ഭൂമിയിലേക്ക് വരാൻ തുടങ്ങിയെന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. അങ്ങനെയാണ് ചൂട് കൂടിയത്. അതായത് അൾട്രാ വയലറ്റ് രശ്മികൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് റേഡിയേഷൻ ഉണ്ടാക്കുന്നതും അതുപോലെ നമ്മുടെ ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്നതുമാണ്. അപ്പോൾ അതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്നത് ഈ ഓസോൺ ലെയറൊക്കെയാണ്. ഒരു അരിപ്പയ്ക്കകത്തൂടെ അരിച്ചരിച്ചെടുക്കുന്നത് പോലെ നമുക്ക് ആവശ്യമില്ലാത്ത വിഷവാതകങ്ങളും അതുപോലെ സൂര്യൻ്റെ താപവും ഒക്കെ തടഞ്ഞു നിർത്താനുള്ള ഒരു കവചമായിരുന്നത്. അങ്ങനെയുള്ളതിനൊക്കെ കേട് സംഭവിച്ചിട്ടുണ്ട്. കാലാന്തരത്തിൽ വന്ന മാറ്റങ്ങളാണ്. ഇതുപോലെ പല, അതിന് മേളിൽ അയനോസ്ഫിയർ ഉണ്ട്, അതിന് മേളിൽ എക്സോസ്ഫിയർ ഉണ്ട്. ഇങ്ങനെ പല തട്ടുതട്ടായിട്ട് അടുക്കടുക്കായിട്ടാണ് ആകാശമണ്ഡലങ്ങളെ കാണുന്നത്.
നമ്മൾ ഈ ആകാശം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം ഭാഷയിലെ ഹെവൻസ് എന്നുള്ള വാക്കിന് ഷമായിം എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷിലെ ഹെവൻ. അല്ലെങ്കിൽ നമ്മൾ ആകാശം എന്ന് പറയുമ്പോൾ സ്വർഗം എന്നുള്ള ആശയം വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തട്ടുകളെന്നാണ് ഇബ്രാഹിം ഭാഷയിലെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പല തട്ടുതട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ നക്ഷത്രമണ്ഡലത്തിനൊക്കെ താഴെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഭൂമിയോട് തൊട്ടുമുകൾ ഏറ്റവും അടുത്തുള്ളതാണ് ഈ വായുമണ്ഡലം എന്ന് പറയുന്നത്. ഈ വായുമണ്ഡലം പോലും മലിനീകരണമാണ്. ഡൽഹിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ സ്ഥിതി വളരെ മോശമായതുകൊണ്ട് ശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ചില സമയത്ത്. പ്രത്യേകിച്ച് ഈ കൃഷിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് വേസ്റ്റെല്ലാം കത്തിച്ചു കഴിഞ്ഞാൽ വലിയ വിഷമഞ്ഞ് വിഷവായു ആ അന്തരീക്ഷത്തെ മുഴുവൻ അങ്ങ് മൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആളുകൾക്ക് ജീവിക്കാൻ തന്നെ പ്രയാസമാണ്. ഇത് ഒരിടത്ത് മാത്രമല്ല, വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ മേഖലയിലുമുണ്ട്. അതുപോലെ തന്നെ മഹാനഗരങ്ങളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന ഫാക്ടറികളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നൊക്കെ വരുന്ന വിഷമാലിന്യങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നു. അതാണ് പുഴകളിലും സമുദ്രങ്ങളിലും ഒക്കെ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് വെള്ളവും മലിനമായിരിക്കുക. അപ്പോൾ കരയും കടലും ആകാശവും എല്ലാം മലിനമായി. അതിൻ്റെ ഫലമായിട്ട് മനുഷ്യവാസത്തിന് അനേകം തടസ്സങ്ങൾ വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ മഷികാ രാജാവിൻ്റെ ഭരണകാലത്ത് അതിന് സമ്പൂർണ്ണമായ ഒരു മാറ്റം വരും. ഇങ്ങോട്ട് പോരെ, ഇവിടെ സീറ്റ്. മഹോദരവകാലത്ത് ഇതതിൻ്റെ ക്ലൈമാക്സിൽ കൂടുതൽ അപകടകരമായ സ്ഥിതിയിലേക്ക് പോകുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ വാഴ്ചക്കാലത്തേക്ക് വരുമ്പോൾ ഇതിനൊരു മാറ്റം വരും. നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ എന്താ പറയുന്നത്? പകലും രാത്രിയിലും പ്രത്യേക മണ്ഡലങ്ങൾ, മേഘമണ്ഡലങ്ങൾ തന്നെ സ്ഥാപിക്കപ്പെടും എന്നാണ് അർത്ഥം. ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ അറിയാം, വാക്യമൊന്നും വായിക്കണ്ട. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 40 വർഷം പകലും രാത്രിയും അവരുടെ സംരക്ഷണത്തിനായിട്ട് ദൈവം ഒരു സംവിധാനം ചെയ്തു. എന്തായിരുന്നത്? പകല് മേഘസ്തംഭം, രാത്രിയിൽ അഗ്നിസ്തംഭം. ഈ പകലത്തെ മേഘസ്തംഭം എന്ന് പറയുന്നത് വലിയ ചൂടൊന്നും തട്ടാതെ ഒരുമാതിരി ഒരു എയർ കണ്ടീഷൻ കാലാവസ്ഥയിൽ അവരെ സംരക്ഷിക്കുക. ഓർക്കണം, പ്രത്യേകിച്ച് റൂഫിനോട് മേലെയല്ല, മരുഭൂമിയാണ്, വിജനപ്രദേശമാണ്, താൽ ചുട്ടുപൊള്ളുന്ന മണലും മേളിൽ കത്തിക്കാളുന്ന സൂര്യന് മാത്രമേ ഉള്ളൂ. അവിടെ ദൈവം അവർക്ക് വേണ്ടി, അത് അവർ യാത്ര ചെയ്ത ആ പ്രദേശങ്ങളിലേ ഉള്ളൂ, അല്ലാതെ ആ മരുഭൂമിയിലെല്ലാം ഉള്ള കാര്യമല്ല നമ്മൾ വായിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയ സംവിധാനമായിരുന്നു. രാത്രിയിൽ അവർക്ക് അഗ്നിപ്രകാശമായി തണുപ്പിൽ നിന്ന് ചൂട് കിട്ടാനും ഇരുട്ടിൽ വെളിച്ചം കിട്ടാനും ഒക്കെ ആയിട്ട് അഗ്നിസ്തംഭമായിട്ടും ദൈവ സാന്നിധ്യം അവരോടുണ്ടായിരുന്നു. അപ്പോൾ പകലും രാത്രിയും മാറി മാറി വ്യത്യസ്ത നിലയിൽ ദൈവം അവരെ സംരക്ഷിച്ച് അവരുടെ മരിപ്രയാണത്തിൽ അവരെ നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏകദേശം അതിനോട് സമാനമായ ഒരു കാര്യമാണ് ഈ യെശയ്യാപ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ആ സംവിധാനം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് യെരുശലേം തലസ്ഥാനമാക്കി ഭൂമിയിൽ ഭരിക്കുമ്പോൾ, ഭൂലോകത്തെ വാഴുമ്പോൾ, ഈ ഭൂമിയിലെ മനുഷ്യരുടെ വാസത്തിന് അനുയോജ്യമായ രീതിയിൽ പകലും രാത്രിയിലും പ്രത്യേക സംവിധാനങ്ങളെ സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിക്കുവാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതമായും മറവിടമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും. ഒരു സംരക്ഷണ കവചം അന്തരീക്ഷ മണ്ഡലത്തിൽ ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് മനുഷ്യർക്ക് ഏറ്റവും സുരക്ഷിതമായ കാലാവസ്ഥയും ജീവിത സാഹചര്യങ്ങളും സംജാതം. അത് മുഴുവൻ ഭൂമിയെ സംബന്ധിച്ച് ബാധകമായ കാര്യമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഓർത്തപോലുള്ള മനുഷ്യൻ്റെ ആയുസ് വർദ്ധിക്കാനും രോഗങ്ങൾ ഒഴിഞ്ഞു മാറാനും ഒക്കെയുള്ള പ്രധാന കാരണമെന്ന് പറയും. ഇന്ന് രോഗാണുക്കളുടെ വാസകേന്ദ്രമായിട്ട് ഭൂമിയും ആകാശവും വെള്ളവും എല്ലാം മാറിയെങ്കിൽ അന്ന് ഇതിനൊക്കെ വിപരീതമായൊരു സ്ഥിതി സാഹചര്യം ഉണ്ടാകും. കർത്താവ് അങ്ങനെ ആക്കിയെടുക്കും. അത് വലിയ അനുഗ്രഹമായിരിക്കും. ഈ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലം തന്നെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമുക്ക് സഹിക്കാവുന്നതൊക്കെ ഉള്ളൂ. എന്നാൽ ഇത് കഴിഞ്ഞാൽ, അതായത് സഭ എടുക്കപ്പെട്ടാൽ തൊട്ടടുത്ത് മഹാപീഡനം ആരംഭിക്കും. അല്ലെങ്കിൽ ന്യായവിധിയുടെ കാലയളവ്, എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ദൈവവും കോപവും ക്രോധവും ഭൂമിയിൽ ചൊരിയപ്പെടുന്ന കാലമായിരിക്കും. അന്ന് സംഭവിക്കാൻ പോകുന്ന 1-2 സാമ്പിൾ ഇതിനോട് ചേർത്തൊന്ന് നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. വെളിപ്പാട് 6:14. ഓക്കെ സൗകര്യം. അതിൻ്റെ 2 വാക്യം 12 മുതൽ വായിച്ചു. ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കും. 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കണമെന്നാണ് 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ബഹുദ്രവകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുടെ പരമ്പരയിൽ 7 മുദ്രകൾ പൊട്ടിക്കുന്ന ഒരു സീൻ നമ്മൾ കാണുന്നുണ്ട്. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞാട് മുദ്രയുള്ള പുസ്തകം വാങ്ങി മുദ്രകൾ ഓരോന്ന് പൊട്ടിച്ചു വരും.
ആറാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് അവൻ്റെ ഭരണകൂടത്തിന്മേലും ജനങ്ങളുടെ മേലും വരാൻ പോകുന്ന ദൈവത്തിൻ്റെ ശിക്ഷാക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോഴെന്താ വായിക്കുന്നത്? ഭൂമിയിൽ, ആകാശത്തിൽ, കരയിൽ, കടലിൽ ഒക്കെ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുകയാണ്, സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. നമ്മൾ വായിക്കുന്നു, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു പോകും, വലിയ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഭൂമി മൊത്തം ഇളകി മാറുന്നു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീരുന്നു, അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇളകി വരുന്നു. ആകാശം എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ ഏരിയയല്ല, വലിയ ഈ സ്പേസിനെ മൊത്തത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്. അതെല്ലാം ഇളകി മാറുന്നു. അത് മാത്രമല്ല, താഴോട്ട് വായിക്കുന്നു, പുസ്തക ചുരുൾ ചുരുട്ടും പോലെ, വാക്യം 14, പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ആകാശം മാറിപ്പോയെന്ന് വെച്ചാൽ ആകാശത്തട്ടുകൾ മാറിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. മൊത്തത്തിൽ ഇല്ലാതായി എന്നുള്ള ആശയമല്ല. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഇളകി മാറ്റപ്പെടും. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? 12-ാം അധ്യായത്തിൻ്റെ 26, 27. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 26, 27. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് സേവ ചെയ്യുക. ഇളകാത്ത രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ഇളകുന്നതൊക്കെ മാറും. എന്തൊക്കെ ഇളകും? ആകാശം ഇളകും, ഭൂമി ഇളകും, കരയും കടലും ദ്വീപുകളും ഒക്കെ ഇളകും. നമ്മൾ വായിച്ച ഭാഗത്ത് കാണുന്നില്ല, 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അന്ന് ദ്വീപുകളെല്ലാം സ്വസ്ഥാനത്തിന് ഇളകിപ്പോവും, പർവ്വതങ്ങളും മലകളും കുന്നുകളും ഒക്കെ സ്ഥാനം വിട്ട് ഇളകിപ്പോവും. എത്ര വെയിറ്റ് ഉള്ളതാണ് വലുതാണെന്നൊന്നും വിഷയമല്ല, ഇതൊക്കെ ഇളകി ചലിച്ച് മാറുന്ന ഒരു ദിവസം വരും. അന്നത്തെ മനുഷ്യർ വെറും സാധാരണക്കാരല്ല, പാവങ്ങളല്ല. ഭൂമിയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ധനവാന്മാരും സഹസ്രാധിപന്മാരും ബലവാന്മാരും എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റിയുള്ള ആളുകൾ, അവരൊക്കെ എന്താ പറയുന്നത്? ഓട്ടമാണ്. എങ്ങോട്ടാണ് ഓടുന്നത്? കുന്നുകളിലേക്കും മലകളിലേക്കും ഒക്കെ. അവിടെ ഓടിച്ചെല്ലുമ്പോൾ എന്താ കുന്നുകളും മലകളുടെ അവസ്ഥ? അവിടെ ഒന്നും ഇല്ല. ഇന്നും പലരും മലയിലും കുന്നിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുക, ദൈവപ്രസാദത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടിയൊക്കെ. പക്ഷേ ഈ പറഞ്ഞ 6-ാം മുദ്ര പൊട്ടിക്കുന്ന കാലമാകുമ്പോൾ ഈ മലകളൊന്നും അവിടെങ്ങും കാണത്തില്ല. അപ്പോൾ മലയിലോട് ഓടിയവരൊക്കെ എങ്ങോട്ട് തിരിച്ചു വരും? തിരിച്ചു വരുമ്പോൾ പോയ സ്ഥലവും കാണുകയില്ല. കാരണം അതും അതിനോട് കുന്നുകൾ ഇളകുന്നു, മലകൾ മാറുന്നു, ദ്വീപുകൾ ഇളകുന്നു, ഭൂമി മുഴുവൻ ഇളകി മാറുന്ന ഒരു സംവിധാനം ഉണ്ടാകാൻ പോകുന്നു. ദൈവകോപം ഭൂമിയിൽ ചൊരിയപ്പെടുമ്പോൾ അന്ന് അവർ പറയുന്ന വാക്കെന്താ? സിംഹാസനത്തിലിരിക്കുന്നവനെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം. ആരോടാ അവരെ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോടല്ല. പാറകളെ ഞങ്ങളെ മൂടുവീൻ, കുന്നുകളെ ഞങ്ങളെ മറയ്ക്കുവീൻ. സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടിയോട് ആവശ്യപ്പെടുകയാണ്. അവരെ സഹായിക്കാൻ ആർക്കും കഴിയത്തില്ല. സൃഷ്ടാവ് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഏത് സൃഷ്ടിയാ, ഏത് പാറയാ, ഏത് കുന്നാ, ഏത് മലയാ ഇവർക്ക് സംരക്ഷണം നൽകുന്നത്? അപ്പോൾ ഒരു മലയിലും സംരക്ഷണമൊന്നും കിട്ടത്തില്ല. അത് ഇപ്പോഴേ അറിഞ്ഞിരുന്നാൽ നന്ന്, ഇല്ലെങ്കിൽ അന്നത് മനസ്സിലായിക്കോളും. ആ ഓടുന്ന കൂട്ടത്തിൽ അവരെല്ലാം ഏകസ്വരത്തിൽ പറയുന്ന ഒരേ കാര്യം, സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണുവാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ആരാ സിംഹാസനത്തിലിരിക്കുന്നത്? രാജാതിരാജാവും കർത്താവുമായ നമ്മുടെ മഹത്വമുള്ള രക്ഷകനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ആ മുഖം കാണുവാൻ കോടി കോടി ഭക്തന്മാർ നൂറ്റാണ്ടുകളായിട്ട് ആഗ്രഹിച്ച് കാത്തിരുന്ന കാര്യമാണ്. അവരാ മുഖം കാണുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ? തങ്കത്തിരിമുഖം കാണുവാൻ കൊതിച്ചോർ, നമ്മളത് പാടാറുണ്ടല്ലോ അല്ലേ? ആ കാഴ്ച കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും, എന്തൊരു ആനന്ദമായിരിക്കും. അതിനുവേണ്ടിയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. യോഹന്നാന്റെ ലേഖനത്തിലും വായിക്കുന്നത്, നമ്മൾ അവനെ ഇതുവരെയും കണ്ടിട്ടില്ല, എന്നാൽ നാം അവനെ കാണും. ആ കാഴ്ചയ്ക്ക് വേണ്ടി, ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ലോകത്തിലെ വലിയ ഒരു കൂട്ടം ആളുകൾ, ക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ, സുവിശേഷത്തെ അംഗീകരിക്കാത്തവർ, ക്രിസ്തു മാർഗത്തിന് വിരോധമായി നിൽക്കുന്നവർ, അവരന്ന് ഓടും. ആരൊക്കെയാ ഓടുന്നത്? രാജാക്കന്മാർ, പ്രഭുക്കന്മാർ. അവർ ചെറിയ പുള്ളികളൊന്നുമല്ല. പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും സകല പുള്ളികളും ഓടും. ഇന്ന് സുവിശേഷത്തെ വെല്ലുവിളിക്കുന്നവരും ദൈവരാജ്യവ്യാപ്തിക്ക് തടസ്സമായി നിൽക്കുന്നവരൊക്കെ ഓർത്തുകൊണ്ടാണ് നന്ന്. ഇതൊന്നും അത്ര അധികം വിദൂര ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഇന്ന് സഭ മാറ്റപ്പെട്ടാൽ അടുത്ത നിമിഷം ഈ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഒത്തിരി കാലമൊന്നും കാത്തിരിക്കണ്ട. അത് തുടർന്നുള്ള 7 വർഷം, അതാണ് 70-ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്ന എതിർ ക്രിസ്തുവിന്റെ ഭരണകാലം. ആ ഭരണകാലത്ത് അക്ഷരാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഭൂമിയിൽ നടക്കും. ആ ഓട്ടമൊക്കെ ഒന്ന് കാണേണ്ടതായിരിക്കും അല്ലയോ? രാജാക്കന്മാരുടെ ഓട്ടം, പ്രഭുക്കന്മാരുടെ ഓട്ടം, ബലവാന്മാരുടെ ഓട്ടം, സൈനികരും സൈനിക മേധാവികളും സകലരും ഓടും. ഓടാത്തവരാരും കാണത്തില്ല. കാരണം ഉറച്ചു നിൽക്കാനൊരു സ്ഥലമില്ല. ഇവിടെ വന്ന് ബലമായിട്ടൊന്ന് പിടിച്ചു നിൽക്കണ ഒരു ഭൂമി വേണ്ടേ? ഇതെല്ലാം ഇങ്ങനെ ആലില പോലെ വിറയ്ക്കുന്ന സമയമാണ്. ഭൂമിയെ കിടുകിടാ കിടുങ്ങും. യശയ്യാപ്രവചനത്തിൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, മത്തനെ പോലെ ചാഞ്ചാടും, അതിന്റെ ഭാരം, അതിന്റെ പാപം, അകൃത്യം അതിന്റെ മേൽ ഭാരമായിരിക്കുന്നു, അതിന് താങ്ങാൻ കഴിയുകയില്ല. ആ ദൈവകോപ ദിവസത്തിൽ ആർക്ക് നിൽക്കാൻ കഴിയും? ആർക്ക് നിൽക്കാൻ കഴിയുമെന്ന് അവർ തന്നെ ചോദിക്കുന്നത്.
അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഉത്തരവൊന്നും അവർ പറഞ്ഞിട്ടില്ല. എന്താ ഉത്തരം? ആരും പറഞ്ഞില്ലെങ്കിൽ ഉത്തരം ഇത് ആർക്കും നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ്, ഇല്ലയോ? ആരാ ദൈവ മുമ്പാകെ, ദൈവകോപത്തിന് മുമ്പാകെ, ദൈവ ന്യായവിധിന് മുമ്പാകെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്ന ഒരാളുമില്ല. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ദൈവകോപം മനുഷ്യന്റെ മേലും ഭൂമി മേലും വരാനിടയാകുന്നത്? ഈ ദൈവം ദേഷ്യക്കാരനാണോ? അല്ലെ മൂശേട്ട ദൈവമാണോ? അങ്ങനത്തെ ദൈവമല്ല ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം നീതിമാനും സ്നേഹവാനും സത്യവാനും വിശുദ്ധനുമായ ദൈവമാണ്. നമ്മളതിൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർക്കുകയുണ്ടായി, ബാക്കി പിന്നീട് ചിന്തിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൈവം എന്തുകൊണ്ടാണ് ഇത്രയധികം കോപിക്കുന്നത്? ദൈവത്തിന്റെ ന്യായവിധി മനുഷ്യന്റെ മേൽ വരാനുള്ള കാരണം മനുഷ്യന്റെ പാപത്തിന്റെ ഔന്നത്യമാണ്, അതിന്റെ വലിപ്പമാണ്. അത് ദൈവത്തെ മനുഷ്യനെ ശിക്ഷിക്കുവാൻ തക്കൊണ്ണം പ്രേരിപ്പിക്കുന്നു. എന്നാൽ ദൈവം മനുഷ്യനെ വെറുതെ ശിക്ഷിക്കുകയല്ല. മനുഷ്യന് കിട്ടേണ്ട പാപത്തിന്റെ ന്യായമായ ശിക്ഷ, മനുഷ്യന്റെ മേൽ വരേണ്ട ദൈവ കോപം, ദൈവ ന്യായവിധി, അത് മുഴുവൻ ദൈവം മനുഷ്യപ്രതിനിധിയായിട്ട് ലോകത്തിലേക്ക് അയച്ച് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തി അവനെ ക്രൂശുമരണത്തിനു വേണ്ടി ദൈവം അനുവദിച്ചു. ആ ദൈവപുത്രൻ മാനവജാതിയുടെ മുഴുവൻ പാപം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞാൽ നമ്മൾ വായിച്ച ഭാഗത്ത് കാണുന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഉൾപ്പെടെ സകലരുടെയും പാപം ഏറ്റെടുത്തുകൊണ്ടാണ് അവിടുന്ന് മരിച്ചത്. ആ ദൈവപുത്രന്റെ വിലയേറിയ മരണം ദൈവ ന്യായവിധിയുടെ ഒരു ചിത്രം കൂടാണ്. ഒരു വശത്ത് അത് ദൈവസ്നേഹത്തിന്റെ പ്രദർശനമാണ് വിശ്വസിക്കുന്നവർക്കായി. എന്നാൽ വിശ്വസിക്കാത്തവർക്കായിട്ടുള്ള മുന്നറിയിപ്പ് എന്താണെന്നറിയാമോ? വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ദൈവപുത്രനെ നിന്ദിക്കുകയും കൃപയുടെ വചനത്തെ തള്ളിക്കളയുകയും ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോവുകയും ചെയ്താൽ ഒരാൾ ഒഴിഞ്ഞു പോകുകയില്ല. അതുകൊണ്ടാണ് ഇവരൊക്കെ ഓടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ മറയ്ക്കുവീനെന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ വഴിയില്ല. പിന്നെ പാറകളും കുന്നുകളുമെങ്കിലും മറച്ചിട്ട് ഒരു മറവിടവും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്നറിയാമോ? പ്രപഞ്ചം മുഴുവൻ ഇളകാൻ പോവാ. കരയിളകും, കടലിളകും, ആകാശം തട്ടുകളൊക്കെ മാറിപ്പോകും. ഇതൊക്കെ മാറിപ്പോകും. മനുഷ്യൻ എവിടെ പോയി ഒളിക്കും? ആർക്കും ഒളിക്കാൻ പറ്റുകയില്ല. ഇന്ന് എല്ലാ കള്ളത്തരവും കാണിച്ച്, ചതിവും കാണിച്ച്, വഞ്ചനയും കാണിച്ച്, മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും പാർട്ടിയുടെ പേരിലും ഒക്കെ മനുഷ്യനെ കബളിപ്പിച്ച് നിൽക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. മീഡിയകളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുക. സത്യത്തിനും നീതിക്കും വിലയില്ലാത്ത ഒരു കാലം. എന്നാൽ ഈ സ്ഥിതിക്കൊക്കെ മാറ്റം വരും. നീതിമാനായ ദൈവം ന്യായത്തോടെ തന്റെ സിംഹാസനം സ്ഥാപിച്ച് സമാധാനത്തിന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ, ദൈവാധിപത്യം ഈ ഭൂമിയിൽ വരുമ്പോൾ ഈ വ്യവസ്ഥിതിക്കൊക്കെ മാറ്റം വരും. അന്ന് ഈ കരയിലും കടലിലും വായുമണ്ഡലത്തിലുമൊക്കെ മനുഷ്യവാസത്തിന് യോഗ്യമായ പരിവർത്തനം കർത്താവ് വരുത്തും. അത് ദൈവജനത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും. സുവിശേഷങ്ങളുടെ എല്ലാ ഒടുവിൽ നമ്മൾ ഇതേക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഈ കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് പറയുന്ന ഭാഗങ്ങളിൽ അടയാളങ്ങളായിട്ട് പറയുമ്പോൾ ഇങ്ങനെ കരയിലും കടലിലും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ആ പരിവർത്തനത്തെക്കുറിച്ച് ഒരു വാക്ക് നമുക്ക് സുവിശേഷത്തിൽ വായിച്ച ആ ഭാഗം വിടാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29-ാമത്തെ വാക്യം. മത്തായി 24-29. ഇരിക്കും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ. എന്താ മനുഷ്യപുത്രന്റെ അടയാളം? നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. മഹത്വ പ്രത്യക്ഷതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ്. അതാ ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ച്, മഹാവിദ്യ കാലത്ത് കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ അതിന്റെ ഒന്നൊന്നായിട്ട് പരമ്പരയായിട്ട് ശിക്ഷാവിധി ലോകത്തിന്റെ മേൽ വരും. എന്തിനാ ദൈവം ഭാഗമായിട്ട് ശിക്ഷിക്കുന്നതെന്നറിയാമോ? മനം തിരിയുവാൻ ഇപ്പോഴും അവസരമുണ്ട്. ഇനിയെങ്കിലും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ ചാൻസ് ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുത്താനാണ്. പക്ഷെ അന്നും മനുഷ്യൻ മാനസാന്തരപ്പെടുകയില്ല. തൊട്ടു പിന്നാലെ നമുക്ക് ആ കാര്യം ചിന്തിക്കാം. 102-ാം സങ്കീർത്തനത്തിന്റെ 25, 26 ഒക്കെ അക്ഷരാർത്ഥത്തിൽ നിവർത്തിയാകുന്നത് നമ്മുടെ കർത്താവിന്റെ ഈ ഭരണകാലത്തായിരിക്കും. നമുക്ക് ആ വാക്യങ്ങളൊന്ന് നോക്കാം. 102-ാം സങ്കീർത്തനം 24, 25. മതി. നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല. അതാണ് തൊട്ട് മോളി പറഞ്ഞതെല്ലാം എന്ത് ചെയ്യും? ഒന്നും ശാശ്വതമല്ല, അതെല്ലാം മാറിപ്പോകും. ആകാശം മാറും, ഭൂമി മാറും, മനുഷ്യന്മാർ മാറും, സകലതും മാറും. മാറ്റമില്ലാത്തതൊന്നുമില്ല. എബ്രായ ലേഖനത്തിൽ നമ്മൾ അത് തന്നെയാണ് വായിച്ചത്, ഇല്ലയോ? ഇളകുന്നതും മാറിപ്പോകുന്നതെല്ലാം നീങ്ങിപ്പോകാനുള്ള സമയമെടുത്തു. ഇളകാത്ത രാജ്യം നമ്മൾ പ്രാപിക്കുമെന്നാണ് തുടർന്ന് എഴുതിയിരിക്കുന്നത്. അത് മശിഹായുടെ രാജ്യമാണ്. നമ്മുടെ കർത്താവ് ഭരിക്കുന്ന ഈ ഭൂമിയിലെ ഭരണകാലമാണ്. അന്ന് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് മറക്കാൻ പറ്റുകയല്ല, നമ്മുടെ ഡ്യൂട്ടിയാണ്.
അടുത്ത വാചകത്തിൽ പറഞ്ഞു. നമ്മൾ വായിച്ചതാണ്, ഇനി വായിക്കണമെന്നില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ. അതിൽ 27-ാം വാക്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? വേണമെങ്കിൽ വായിച്ചോ. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യണം. എന്താ വേണം? ഭയവും വേണം, ഭക്തിയും വേണം. ആരോടാ ഭയം? ഒന്നാമത് ദൈവത്തോട്, പിന്നെ അർഹതപ്പെട്ട എല്ലാവർക്കും ബഹുമാനം, ആദരവെന്നാ. ഭയം എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലോ എന്നുള്ള പേടിയല്ല. പോലീസുകാരൻ ഇടിക്കുന്ന പോലെ ഇടിച്ച് ചമ്മന്തിയാക്കും, അങ്ങനത്തെ ഭയമല്ല. മറിച്ച് ബഹുമാനത്തോടുകൂടിയ ആദരവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തോട് നമുക്ക് അങ്ങനെ ഉണ്ടാകണം. അതുപോലെ അർഹതപ്പെട്ട എല്ലാവരോടും ഭയം വേണം. പിന്നെന്താ വേണം? ഭക്തിയും വേണം. ദൈവം മുമ്പാകെ നിർമ്മലമായ ഭക്തി ആയിരിക്കണം, ഭക്തി പ്രകടനങ്ങളല്ല. നമ്മളെന്ത് ചെയ്യണം? ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് ആദ്യം ഒരു വാക്കുകൂടെ അവിടെ അടയ്ക്കുന്നുണ്ട്. അതെന്തുവായിരുന്നു? നന്ദിയുള്ളവരായി, ഇല്ലയോ? നന്ദിയുള്ള ഹൃദയത്തോടെ. നമുക്ക് നന്ദി പറയാനാണ് എന്തുമാത്രം കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് ചെയ്തല്ലേ. വിഷയത്തിൽ നിന്ന് മാറിപ്പോവല്ല, എങ്കിലും ഇതൊക്കെ ഗൗരവമുള്ളതുകൊണ്ടൊന്നും ടച്ച് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. നന്ദിയുണ്ടോ? ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് ചെയ്തേ? രക്ഷിക്കപ്പെട്ടതാണ് ഒന്നാമത്തെ കാര്യം. അവിടെ തുടങ്ങുക. അവിടെ തുടങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് ലിസ്റ്റ് എഴുതാൻ തുടങ്ങിയാൽ എവിടെ തീരാണ്? എത്ര ബുക്കിൽ എഴുതിയാൽ തീരും ദൈവം ചെയ്ത കാര്യങ്ങൾ? ഇത് പലതും മറന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ എണ്ണി എണ്ണി ഓർത്ത് നന്ദി പറയുവാനിടയാകണം. JV പീറ്ററിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. പിന്നത്തെ വരി എന്തുവാ? എണ്ണമില്ലാത്ത നന്മകൾ. അതാ ശരി, എണ്ണമില്ലാത്ത നന്മകൾ. ദൈവം ചെയ്ത നന്മകൾ എത്ര വലുതാ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവമക്കളെ, നമുക്കത് ഓർക്കാം. നമ്മൾ ആരായിരുന്നു? വെറും പാപികളും ശിക്ഷാർഹരുമായിരുന്നു. നേരത്തെ നമ്മൾ വായിച്ച പോലെ ആ ഓടേണ്ട കൂട്ടത്തിൽപ്പെട്ട ആ ലിസ്റ്റിൽപ്പെട്ടവരായിരുന്നു നമ്മളല്ലയോ. ഓടിയാൽ അങ്ങുമില്ല ഇങ്ങും ഇല്ലാത്ത അവസ്ഥയിലായി പോകുമായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് കർത്താവ് നമ്മളെ രക്ഷിച്ച് തൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ അർപ്പിച്ച് യാഗമായി തീർന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്, നമ്മളെ വീണ്ടെടുത്തത്, നമ്മളെ തൻ്റെ മക്കളാക്കി തീർത്തത്. അവൻ്റെ ദാസന്മാരും ദാസിമാരുമായി തീരുവാനുള്ള വലിയ പദവിയാണ് നമുക്ക് തന്നത്. മക്കളെന്നുള്ള പദവി നമുക്കുണ്ട്, ശുശ്രൂഷക്കാരെന്നുള്ള പദവി തന്നത്, പല പല പദവികൾ തന്നെ ഈ ഭൂമിയിൽ നമ്മളെ അല്പകാലത്തേക്ക് ആക്കി വെച്ചിരിക്കുക. എന്തിനാ? നമ്മുടെ കർത്താവിൻ്റെ രാജ്യ പ്രസിദ്ധിക്ക് വേണ്ടി, അവൻ്റെ സാക്ഷികളായിട്ട് അതിനുവേണ്ടി ഒരുങ്ങാൻ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള നിത്യത, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനിടയ്ക്കുള്ളതാണ് ഈ 1000 വർഷത്തെ ഭരണം. അത് കഴിഞ്ഞാണ് പുതിയ ആകാശഭൂമികളൊക്കെ വരാൻ പോകുന്നത്. ഇതിലെല്ലാം നമുക്ക് പങ്കാളിത്തം ഉണ്ടെങ്കിലും നമ്മൾ വളരെ നന്ദിയുള്ളവരായിരിക്കണം, ഭയവും ഭക്തിയും ഉള്ളവരായിരിക്കണം. അങ്ങനെ ഭയത്തോടുകൂടെ നമ്മുടെ വിശ്വാസ ജീവിതം ഈ പ്രവാസകാലം കഴിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരും. ഇതിനിടയിൽ വീഴ്ച വരല്ലേ കേട്ടോ. ഈ കാലഘട്ടത്തിൽ ഒരുപാട് വീഴ്ച വരും. വിജ്ഞാനമൊക്കെ ഒത്തിരി വർദ്ധിച്ചു, സാമ്പത്തികം കൂടി, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളുടെ വികാസഫലമായിട്ട് ജീവിത സൗകര്യങ്ങളൊക്കെ ഒത്തിരി വർദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്, അനുഭവിച്ച കുഴപ്പമൊന്നുമില്ല. പക്ഷേ നന്ദിയോടെ കർത്താവിനെ സേവിക്കുന്ന കാര്യം, ഞാൻ ആരായിരുന്നു, ഇപ്പോൾ ഞാൻ ആരായിരിക്കുന്നു, ദൈവം എന്നെ എന്തിനു വേണ്ടി ഈ സ്ഥാനത്താക്കിയിരിക്കുന്നു, ആ ഉത്തമ ബോധ്യത്തോടെ ജീവിപ്പാൻ നമുക്കിടയാകണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. അങ്ങനെ ഇവയ്ക്കെല്ലാം മാറ്റം വരും. എന്നാൽ ഇളകാത്ത രാജ്യം നമ്മുടെ കർത്താവ് സ്ഥാപിക്കും. ദാനിയേൽ പ്രവചനത്തിൽ അതേക്കുറിച്ച് പറയുന്നത്, ഈ ലോക സാമ്രാജ്യങ്ങളൊക്കെ 1, 2, 3, 4 അതിൻ്റെ ക്രമം അനുസരിച്ച് വന്നും പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഒടുവിൽ ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകും. ആ രാജ്യം മറ്റൊരു ജാതിക്കും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അതൊരു നിത്യരാജ്യത്വമായിരിക്കും. അങ്ങനെ രാജാതിരാജാവായി നമ്മുടെ കർത്താവായ യേശു ഭരണമേറ്റെടുക്കാൻ വരും. അതിനോടനുബന്ധമായി ഈ ഭൂമിയിലും വായുമണ്ഡലത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് അന്നത്തെ കാലത്തെ ജനജീവിതത്തിന് വലിയ സഹായകരമായിട്ടും ഉപകാരകരമായിട്ടും ഒക്കെ മാറും എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ താളം തെറ്റിയ കാലാവസ്ഥയൊക്കെ മാറി, കാലാവസ്ഥയൊക്കെ അതിൻ്റെ ഓർഡറിലാകും. ഈ ഡിസോർഡറൊക്കെ മാറി ഓർഡറിലാകും. മഴ പെയ്യേണ്ടപ്പോൾ മഴ പെയ്യും, വെയിൽ വരേണ്ടപ്പോൾ വെയിൽ വരും. അതെല്ലാം കൃത്യമായിരിക്കും. അതുകൊണ്ട് എന്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ കൃഷിയും വ്യവസായവും ജീവിത സാഹചര്യങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും, അഭിവൃദ്ധിപ്പെടും. നമുക്ക് യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിക്കാം. മറ്റൊരു പ്രത്യേകത അവിടെ നമ്മൾ കാണുന്നുണ്ട്. ആ കാലത്തിൻ്റെ ഈ മാറ്റങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന വേറൊരു പ്രത്യേകത. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 26-ാമത്തെ വാക്യം. ചെയ്യുന്ന നാളിൽ ആകും 7 ഇരട്ടിയായിരിക്കും. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? കർത്താവ് ഈ ഭൂമിയിൽ വന്ന് രാജ്യം സ്ഥാപിച്ച് തൻ്റെ ജനത്തിൻ്റെ, അവിടെ പ്രത്യേക തൻ്റെ ജനമൊന്നും യഹൂദന്മാരെ ഉദ്ദേശിച്ച അവരുടെ യഥാസ്ഥാനമൊക്കെ കഴിഞ്ഞ് രാജ്യത്തിലേക്ക് അവരെ ചേർത്ത് കഴിയുമ്പോൾ വരാൻ പോകുന്ന ഈ വായുമണ്ഡലത്തിലും അന്തരീക്ഷ മണ്ഡലത്തിലുമൊക്കെ നക്ഷത്രമണ്ഡലത്തിലൊക്കെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർ എന്താ പറഞ്ഞേക്കുന്നത്? ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലാകും. നമുക്കറിയാമല്ലോ, രാത്രിയിലാണല്ലോ ചന്ദ്രപ്രകാശം നമുക്ക് കിട്ടുന്നത്. അത് വലിയ ചൂടൊന്നുമില്ല, ഒരു ചെറിയ ഡിം ലൈറ്റ് പോലെ ഉള്ളൂ അല്ലേ. എന്ന് സൂര്യപ്രകാശമോ ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടാണ്. 40 ഡിഗ്രി ആയ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. അതിന് മേലോട്ട് പോയാൽ വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തണുപ്പ് രാജ്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ വലിയ ചൂട് കയറിയിട്ട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് വാർത്താമാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഈ വ്യവസ്ഥിതിക്കൊക്കെ മാറ്റം വന്നു. അതിൽ പകുതി മനുഷ്യൻ്റെ കുഴപ്പം കൊണ്ടാണ്, മനുഷ്യൻ വരുത്തി വെക്കുന്ന വിനകളാണ്, ബാക്കി ദൈവത്തിൻ്റെ ശിക്ഷയുമാണ്. ഏത് വിധത്തിലായാലും ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുക. ധ്രുവപ്രദേശത്തെ മഞ്ഞുരുകുന്നു, അതുപോലെ തന്നെ പല പല സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് ഭരണം ഏറ്റെടുത്ത് ദൈവജനത്തെ ആശ്വസിപ്പിക്കുന്ന, എൻ്റെ ജനത്തിൻ്റെ മുറിവ് കിട്ടുന്ന ആ നാളിൽ എന്ത് സംഭവിക്കാനാണ് എഴുതിയിരിക്കുന്നത്? ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലെയാകും. സൂര്യൻ്റെ പ്രകാശമോ 7 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. അതായത് 7 ദിവസം സൂര്യൻ പ്രകാശിക്കുമ്പോൾ എത്രയും വെളിച്ചമുണ്ടോ അത്രയും വെളിച്ചം ഒറ്റ ദിവസം തന്നെ കിട്ടും. ചൂടല്ല, പിന്നെന്തുവാ? പ്രകാശം, പ്രത്യേകിച്ച് ലൈറ്റ്, വെളിച്ചം വർദ്ധിക്കും. വെളിച്ചം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ പ്രകാശം വർദ്ധിക്കുന്നതിന് ഫലമായിട്ട് ദൂരപ്രദേശങ്ങൾ വരെ നല്ലപോലെ വ്യക്തമായ അവസ്ഥ ഉണ്ടാകും. ഇന്ന് ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും താമസിക്കാൻ പറ്റുകയില്ല. ഐസ് മൂടി തണുത്ത് കിടക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശങ്ങളൊക്കെ അന്ന് നല്ല ജനവാസയോഗ്യമായ മേഖലയായിട്ട് മാറും. എല്ലായിടത്തും വെട്ടമാണ്. ഇച്ചിരി ഇരുട്ട് കിട്ടിയാൽ കൊള്ളാമെന്ന് മനുഷ്യന്മാർ ആഗ്രഹിക്കും. വല്ല കളത്തരവാൻ കാണിക്കണ ഇരുട്ടല്ലയോ വേണ്ടി. അന്ന് എങ്ങും ഇരുട്ടില്ലെന്ന്, ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഇല്ല. സൂര്യൻ്റെ പ്രകാശം 7 പകലിൻ്റെ പ്രകാശത്തിന് തുല്യമായിട്ട് മാറും. എന്നാൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, മഹോദരകാലത്ത് വരാൻ പോകുന്ന സ്ഥിതി. 16-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം വായിച്ച്, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം. ഇതിന് നേരെ വിപരീതമാണ് അവിടെ അന്ന് സംഭവിക്കുന്നത്. വെന്തുപോയി. ശ്രദ്ധിക്കണം, എന്നാ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ ഇല്ല. അതാ പ്രശ്നം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എഴുതിയിരിക്കുകയാണ്, മനുഷ്യർ തീ കൊണ്ട് ചുടേണ്ടതിന് സൂര്യന് പ്രത്യേക അധികാരം കൊടുത്തു, കമാൻഡ് കൊടുത്തിരിക്കുക. സൂര്യൻ്റെ ചൂട് അങ്ങോട്ട് കൂടുമെന്ന്. വെളിച്ചമല്ല, ചൂട്. 1000 ആണ്ട് വാഴ്ച നമ്മൾ കണ്ടു, 7 പകലിൻ്റെ പ്രകാശം പോലെ വെളിച്ചം വർദ്ധിക്കുമ്പോൾ, എല്ലാം സ്പഷ്ടവും വ്യക്തവും അനുഗ്രഹകരമായി തീരുമ്പോൾ, പീഡനകാലത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ നമ്മൾ വായിച്ച ആദ്യ ഭാഗത്ത് നടക്കാൻ പോകുന്നത് പീഡനകാലത്തിൻ്റെ ആദ്യ പകുതിയിലെ കാര്യമാണ്. ഈ 16-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം ഒടുവിലത്തെ പകുതിയിൽ ക്രോധകലശങ്ങളൊക്കെ ചൊരിയുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരിക. അപ്പോഴെന്താ സംഭവിക്കുന്നത്? സൂര്യന് അധികാരം കൊടുക്കുമ്പോൾ സൂര്യതാപം വർദ്ധിച്ചിട്ട്, നമ്മുടെ ഇന്നത്തെ സയൻറ്റിസ്റ്റ് ഭാഷയിലൊക്കെ പറഞ്ഞാൽ അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ അനേകം മടങ്ങ് പവറോടുകൂടെ ഭൂമിയിലേക്ക് നേരിട്ട് പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ സ്ഥിതി എന്താവും? എങ്ങനെ എഴുതിയേക്കുന്നത്? മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്ത് പോകും. നമ്മളെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇല്ലയോ, അതുപോലെ ആയിപ്പോകും. ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെ നമുക്കറിയാമല്ലോ, തിളയ്ക്കുന്ന എണ്ണയിൽ ഇല്ലയോ. പിന്നെ മെഷീനകത്തൊക്കെ ഉണ്ടാക്കുന്ന വേറെ ഇതുണ്ടല്ലോ, എന്തുവാ ഈ ഇപ്പോഴത്തെ പുതിയ സ്റ്റൈലൊക്കെ. ഇതെല്ലാം നല്ല ഹൈ ടെമ്പറേച്ചറിലാണ് വെച്ച്, ചൂടില്ല, കടുത്ത ചൂടില്ല. അപ്പോൾ ചിക്കൻ ഫ്രൈ പോലെ മനുഷ്യൻ ഫ്രൈ ആയി പോകുന്നു. മനുഷ്യർ അത്യുഷ്ണത്താൽ, ബാക്കി എന്തോ എഴുതിയേക്കുന്നത്? വെന്ത് പോയി. ആർക്ക് പിടിച്ച് നിൽക്കാൻ കഴിയും? ചിക്കൻ ഫ്രൈക്ക് പകരം ഹ്യൂമൻ ഫ്രൈ ആകുന്ന കാലം വരാൻ പോവുക, പീഡനകാലത്തിൻ്റെ മൂർധന്യത്തിൽ. എന്നാൽ നമ്മുടെ കർത്താവ് രാജ്യം ഭരിക്കാനായിട്ട് മടങ്ങി വന്ന് തൻ്റെ നീതിയുള്ള സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ ഈ വ്യവസ്ഥിതികളൊക്കെ മാറിയിട്ട് ചൂട് കുറയും, വെളിച്ചം കൂടും. ഇന്ന് അങ്ങനെ ആയിരുന്നു നല്ലതായിരുന്നു, അല്ലയോ? ഇന്ന് ഈ ചൂടൊന്ന് കുറയുകയും വെളിച്ചമൊക്കെ വർദ്ധിക്കുകയും ചെയ്തെങ്കിൽ ദൈവമക്കളെ സംബന്ധിച്ച് അത് സന്തോഷമായിരിക്കും. എല്ലാവർക്കും അതത്ര ഇഷ്ടപ്പെടുന്നില്ല. വെളിച്ചം അധികം പേര് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. വെളിച്ചത്തെ പകയ്ക്കുന്നവരാണ് ഭൂരിപക്ഷം. നല്ലതായിരുന്നു, നമുക്ക് കുറേ കൂടെ ആരോഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അധികം മരുന്ന് കഴിക്കാതെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒഴിഞ്ഞുമൊക്കെ ജീവിക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഈ കാലത്തേക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല. അത് മശീഹ രാജാവിൻ്റെ ഭരണകാലത്തേക്ക് നീക്കി വെച്ചിരിക്കുക. യശയ്യാപ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യത്തിൽ ആദ്യം നമ്മൾ വായിച്ചപ്പോൾ കണ്ടതുപോലെ യഹോവയായ ദൈവം തൻ്റെ ജനത്തിൻ്റെ യഥാസ്ഥാനത്തിൻ്റെ കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം. 1000 വർഷത്തേക്ക് മാത്രമുള്ള ഒരു ഏർപ്പാടാണത്. അന്ന് ആ സംവിധാനങ്ങളെ കർത്താവ് സംജാതമാക്കും. അതിൻ്റെ ഫലമായിട്ട് വ്യവസ്ഥിതികൾക്കൊക്കെ മാറ്റമുണ്ടാകും, ചൂട് കുറയും, വെളിച്ചം കൂടും, മനുഷ്യന് ദീർഘായുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാകാൻ അത് കാരണമായിട്ട് തീരും. അങ്ങനെയുള്ള ഒരു നല്ല വ്യവസ്ഥിതി കർത്താവ് ഈ ഭൂമിയിൽ നൽകും. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ മക്കളായി തീർന്നവർക്ക് ആ കാലത്ത് കർത്താവിനോടുകൂടെ ഈ ഭൂമിയിൽ വാഴുവാനുള്ള അവസരം ഉണ്ട്. എന്നാൽ ഇതുവരെയും ഈ ദൈവവചനമൊക്കെ കേട്ടിട്ട് അറിഞ്ഞിട്ടും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാതെ പാപക്ഷമ പ്രാപിക്കാതെ പോകുന്നവരുണ്ടെങ്കിൽ ഈ 1000 ആണ്ട് വാഴ്ചകളൊന്നും എത്തത്തില്ല. അതിനു മുമ്പ് തന്നെ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ ക്ലോസ് ആയി പോകും. അത്യുഷ്ണത്താൽ വെന്തു പോകും. ദൈവന്യായ വിധിയുടെ ചിത്രങ്ങളായത്. അത് നമുക്ക് വരാതിരിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും വരാതിരിക്കാൻ, നമ്മുടെ ഈ തലമുറയിലുള്ള മുഴുവൻ പേരോടും സുവിശേഷം അറിയിക്കുവാനും, അങ്ങനെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനും ദൈവമക്കളാകുന്ന നമുക്കിടയാകണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. മനുഷ്യ ജീവിതത്തിന് അനുയോജ്യമായ രീതിയിൽ ദൈവം പ്രകൃതിയെ മാറ്റുന്ന ചിത്രങ്ങളാണ് നമ്മളിവിടെയൊക്കെ കാണുന്നത്. അടുത്തതായിട്ട് കാലാവസ്ഥയിലും മാറ്റം ഉണ്ടാകും. എന്താ കാലാവസ്ഥയിൽ വരാൻ പോകുന്ന മാറ്റം? ഭൂപ്രകൃതിയിൽ മൊത്തത്തിൽ വ്യതിയാനങ്ങൾ വരുന്നതിൻ്റെ ഫലമായിട്ട്
വായിക്കാം നമുക്ക്. യെശയ്യാ പ്രവചനം തന്നെ 29-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഉം. 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 കണ്ടോ, ആ കാലത്തുണ്ടാകുന്ന മാറ്റത്തിന് പരമ്പരയായിട്ട് മനുഷ്യരെ മുഴുവൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് മുഖാന്തരം ആനന്ദിക്കുന്ന ഒരു കാലം വരും. ഒരാൾക്കും ദുഃഖമോ വിഷമമോ സങ്കടമോ ഒന്നും ആ നാളുകളിൽ ഉണ്ടാകുകയില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 35-ാം അധ്യായത്തിൻ്റെ 1-2 വായിച്ച്. അന്ന് ഇന്നത്തെ മരുപ്രദേശങ്ങളൊക്കെ എങ്ങനെയായി തീരുമെന്ന് എഴുതിയിരിക്കുന്നു. 35-ന്റെ 1-2. ഉം. 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 ശോഭയും. കാണും. നമ്മുടെ കർത്താവിൻ്റെ ഭരണകാലത്തെ മരുഭൂമിയൊക്കെ വരണ്ട നിലമൊക്കെ എങ്ങനെയായിട്ട് മാറും? മനോഹരമായ ജലമുള്ള സസ്യങ്ങളും ചെടികളും പൂക്കളും ഒക്കെ വളരുന്ന ഉദ്യാനങ്ങളായിട്ട്, പൂന്തോട്ടങ്ങളായിട്ട് പരിവർത്തനപ്പെടും. ഇന്ന് നമുക്കറിയാമല്ലോ, പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത് വെറും മരുഭൂമിയാണ്. അവിടെ പോയിട്ടുള്ളവർക്ക് അത് അറിയാം. മണലല്ലാതെ അവിടെ ഒന്നും ഇല്ല. അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ എന്തായിട്ട് മാറാൻ പോവുക? നല്ല പൂന്തോട്ടങ്ങളായിട്ട് രൂപാന്തരപ്പെടാൻ പോവുക. അവിടെയൊക്കെ ജലസമൃദ്ധി ഉണ്ടാകും, വരൾച്ചയൊക്കെ മാറും, കെടുതികളില്ലാതാവും. ഇന്ന് വരൾച്ചയും നാശവും കെടുതികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ഭരണകാലത്ത് ഇതൊക്കെ മാറിയിട്ട് മനുഷ്യവാസത്തിന്, മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും, സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഒക്കെ സഹായവും അനുകൂലമായ രീതിയിൽ ഭൂമി പരിവർത്തനം ചെയ്യപ്പെടും. മണ്ഡലങ്ങൾക്ക് മാറ്റമുണ്ടാകും. അതൊരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹപൂർണ്ണതയുമായ ഒരു കാലഘട്ടമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഫലമായിട്ട് മനുഷ്യരിലുണ്ടാകുന്ന മാറ്റമാണ് അതേ അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യത്തിൽ കാണുന്നത്. 35-ന്റെ 6 മുതൽ വായിച്ച്. ഇങ്ങനെ ഭൂപ്രകൃതിയിലുണ്ടാകുന്ന ഈ മാറ്റം മനുഷ്യരെ എങ്ങനെ സ്വാധീനിക്കും? 5 മുതൽ. ഉം. ഉം. മരുഭൂമിയിൽ, നിർജ്ജന പ്രദേശത്ത് വെള്ളവും തോടുകളും ഒക്കെ ഉണ്ടായി വരും. നമ്മുടെ കർത്താവിൻ്റെ ഭരണകാലം വളരെ അനുഗ്രഹസമ്പൂർണമായ കാലമാണ്. അത് മാത്രമല്ല, മനുഷ്യനുണ്ടാകുന്ന മാറ്റം അതിന് മേളിലും താഴെയും വായിക്കുന്നു. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും. വാക്യം 6. 5-ാം വാക്യത്തിൽ കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നത്തെ അംഗവൈകല്യങ്ങൾ ഉണ്ടാകുകയില്ല. ആ കെയറോഫിലുള്ള ആനുകൂല്യങ്ങളും കിട്ടത്തില്ല. ഇന്ന് സർക്കാർ വലിയ പണം ആ വകുപ്പിലും ഈ അംഗവൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടിയൊക്കെ ആ റിസർവേഷനൊക്കെ ഇല്ലാതാകും. അതിൻ്റെ കാരണം അങ്ങനെയുള്ളവർ അന്നവിടെ ഇല്ല. ചെവി കേൾക്കാത്തവരില്ല, കണ്ണ് കാണാത്തവരില്ല, തട്ടിച്ചട്ടി നടക്കുന്നവരില്ല എന്ന് പറഞ്ഞാൽ അംഗവൈകല്യങ്ങളില്ലാതെ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് ജനങ്ങൾ തീരും. അതിൻ്റെ ഒരു കാരണം നമ്മൾ ചിന്തിച്ചതുപോലുള്ള ഈ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റം നല്ലത് തന്നെയാണ്. ഏതെൻ തോട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ആശ്വാസപൂർണ്ണമായി അനുഗ്രഹമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളായിരുന്നു. പാപത്തിൻ്റെ പ്രവേശനത്തോടുകൂടിയാണ് ശാപവും മരണവും രോഗവും ദുഃഖവും എല്ലാം ലോകത്തിലുണ്ടായത്. അപ്പോൾ അതിനു മുമ്പുള്ള അതേ കണ്ടീഷൻ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടും. മിശിഹായുടെ രാജ്യത്തിൽ ഈ വിധ നന്മകളെല്ലാം ജനങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുമാത്രമല്ല, ആ മരുഭൂമിയിലും നിർജ്ജന പ്രദേശങ്ങളിലും വ്യത്യാസം വരുന്നത് പോലെ തന്നെ കാലാവസ്ഥയിലും വ്യത്യാസം ഉണ്ടാകും. തക്ക സമയത്ത് മഴ പെയ്യുന്ന സഖറിയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിച്ച്. സഖറിയാവ് 14-18. അതിൻ്റെ മേളത്തെ വാക്യം കൂടി ചേർത്ത് വായിച്ചേ. അതിനോട് ചേർന്ന് ഒരു വാചകം വിട്ടുപോയി. അന്നും ഡിസിപ്ലിനൊക്കെ വളരെ കറക്റ്റായിരിക്കും കേട്ടോ. ശിക്ഷണമൊക്കെ ഉണ്ട്, കൊല്ലത്തൊന്നുമില്ല, എന്നാൽ ശിക്ഷ കൊടുക്കും. തെറ്റ് ചെയ്താൽ ശിക്ഷ. എന്ത് കുറ്റത്തിനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ദൈവാരാധനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് വരാൻ മടി കാണിച്ചാൽ. ഇന്ന് ദൈവസന്നിധിയിലേക്ക് വരാൻ മടി കാണിച്ചാൽ എന്തുവാ ശിക്ഷ?
പ്രത്യേകിച്ചൊന്നുമില്ല, ഇല്ലയോ? ഇല്ല, അങ്ങനെ നമ്മൾ കാണും. എന്നാൽ അന്ന് ആ പണി നടക്കുകയില്ല. ഇത്രയും അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടും ദൈവസന്നിധിയിൽ വരാനും ദൈവത്തെ ആരാധിക്കാനും കൂടാര പെരുന്നാളും അതുപോലെ മറ്റ് എല്ലാ കൃത്യമായ പ്രോഗ്രാമുകളുണ്ട്. അതിലൊക്കെ സംബന്ധിക്കാൻ ആരെങ്കിലും, യഹൂദന്മാർ മാത്രമല്ല, മിസ്രൈമ്യരുടെ കാര്യം പറയുന്നു, മറ്റു ജാതിക്കാരുടെ കാര്യം പറയുന്നു. ദൈവത്തിന് ജാതിയും മതമൊന്നുമില്ല. ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എല്ലാവരും ദൈവത്തോട് കടപ്പെട്ടവരാണ്. ദൈവഹിതത്തിനും ദൈവവചനത്തിനും വിധേയമായി ജീവിക്കേണ്ടവരാണ്. അവരതിൽ വീഴ്ച വരുത്തിയാൽ എന്ത് സംഭവിക്കും? ശിക്ഷ ഉണ്ടാകും. എന്താ ശിക്ഷ? മഴ പെയ്യത്തില്ലെന്നവർ, അവരുടെ നാട്ടിൽ മഴ പെയ്യത്തില്ലെന്ന്. ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേലിനോടും ദൈവം ഇത് പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെ അധ്യായമാണ്. അവരോട് ദൈവം പറഞ്ഞു, ആദ്യമേ ഇന്ന പോലൊക്കെ ചെയ്താൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടും. അനുസരിച്ചില്ലേലോ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാകും, ശാപമുണ്ടാകും. അതൊരു വലിയ അധ്യായമാണ് ആവർത്തന പുസ്തകത്തിലെ. 1-2 വാക്യങ്ങൾ സാമ്പിളിൽ നമുക്ക് വായിക്കാം. 28-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ആദ്യം വായിക്കാം. ആ ആ അവിടെ വായിക്കുന്നത് തക്ക സമയത്ത് ഞാൻ മഴ അയക്കുമെന്നാണ്. റൈറ്റ് ടൈം, അതായത് സീസണിൽ തന്നെ. വേനൽക്കാലം, ഉഷ്ണകാലം, ശീതകാലം എന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ, അതേപോലെ അതാത് സീസണിൽ തന്നെ ഇത് കിട്ടിയെങ്കിൽ കൃഷിയും വ്യവസായവും ഒക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കൃഷി ചെയ്യേണ്ട സമയത്ത് മഴ പെയ്യാതെ ഉണങ്ങിക്കിടന്നാൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ പറയുന്ന ആ തക്ക സമയം, റൈറ്റ് സീസൺ, അത് തന്നെയാണ് 1-ാം സങ്കീർത്തനത്തിലും വായിക്കുന്നത്. അവിടെ എന്താ വായിക്കുന്നത്? ആ നീതിമാനെ കുറിച്ച് പറയുമ്പോൾ അവൻ തക്ക കാലത്ത് എന്ന് പറഞ്ഞാൽ റൈറ്റ് സീസണിൽ ഫ്രൂട്ട്സ് ഉള്ളവനായിട്ട് മാറും. അങ്ങനെ വിശ്വാസി ആകണം, അങ്ങനെ ആയിരിക്കണം, അല്ലേ? വിശ്വാസികളായ നമ്മൾ ഫലം കൊടുക്കേണ്ട കാലമായിട്ടും ഫലം കൊടുക്കാതെ മുന്തിരിത്തോട്ടം അടുക്കാൻ നിൽക്കുന്ന ഗുണമില്ലാത്ത അത്തിവൃക്ഷം പോലാണ്. തോട്ടക്കാരനും യജമാനും തമ്മിലുള്ള സംഭാഷണത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഞാൻ 3 വർഷമായിട്ട് ഇതിൽ ഫലം തിരക്കി വരിക, ഇതുവരെയും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ഫലം കായ്ക്കേണ്ട സമയമൊക്കെ പണ്ടേ കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് കായ്ക്കും നാളെ കായ്ക്കും ഇങ്ങനെ നിർത്തിരിക്കുക. നമ്മൾ എങ്ങനെയാണ് വെച്ചേക്കുന്നത്? ഒരു ഫലവും കിട്ടുന്നില്ല, പിന്നെ എന്തോ വേണ്ടിയേ? വെട്ടിക്കളഞ്ഞേക്കാനാ പറഞ്ഞു. വെട്ടേണ്ട സമയവും കഴിഞ്ഞിരിക്കുക. യോഹന്നാൻ സ്നാപകൻ്റെ കാലത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു, ഇപ്പോഴേ ചോട്ടിക്കൊണ്ട് കോടാലി വെച്ചിട്ടുണ്ട്. എന്തിനാണ് അത് അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? ഒരു മുന്നറിയിപ്പാണ്. രണ്ട് ഇത് ഇവിടെ ഇരിപ്പുണ്ട്, ഫലം തന്നില്ലെങ്കിൽ നിന്നെ തട്ടുമെന്നാണ് അതിൻ്റെ സൂചന. വെട്ടിയിട്ടില്ല. എന്നാൽ ഈ തോട്ടക്കാരൻ എന്താ പറഞ്ഞത്? യജമാനെ, ഒരു കൊല്ലം കൂടെ നിൽക്കട്ടെ, ഞാൻ ഒന്നുകൂടെ കളയ്ക്കാം, വളമിടാം, വേണ്ടതൊക്കെ ചെയ്യാം, മേലാൽ കായ്ക്കെങ്കിലും. അതാ ബോണസ്. നമ്മുടെ ഗ്രേസ് പീരീഡായത് കേട്ടോ. ഫലമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. വല്ലപ്പോഴും അവിടെ ഇവിടെ ഒരു ഫലമൊന്നും പോരാ. സമൃദ്ധിയായ ഫലം കായ്ക്കുന്ന അനുഭവം യോഹന്നാൻ 15-ൽ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ അത് കാണുന്നുണ്ട്. എന്താ പറയുന്നത്? മുന്തിരിവള്ളി എങ്ങനെയാണ് കായ്ക്കുന്നത്? കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയില്ലെന്നാണ് കർത്താവ് പറഞ്ഞു. ആരാ മുന്തിരിവള്ളി? കർത്താവാ. കൊമ്പുകൾ ആരാ? ദൈവമക്കളാകുന്ന നമ്മളാണ്. നമ്മൾ കർത്താവിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നോ അത്രത്തോളമേ നമുക്ക് ഫലമുണ്ടാകുള്ളൂ. നമ്മൾ എത്ര വിഘടിച്ച് സ്വതന്ത്രരായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്നോ ഫലവും കുറഞ്ഞുകൊണ്ടിരിക്കും. നല്ല ഇൻഡിപെൻഡൻ്റാണ്. കർത്താവിനോട് ഡിപ്പെൻഡൻ്റായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ആ സാക്ഷാൽ മുന്തിരിവള്ളിയുടെ രസം ഈ കൊമ്പുകളിലേക്ക് വ്യാപരിച്ചിട്ട് ഫലദായകമായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട തക്ക കാലത്ത് ഫലം കായ്ക്കുക, അത് ഏറ്റവും പ്രധാനമായി. എപ്പോഴേലും കായ്ച്ചിട്ട് കാര്യമില്ല, തക്ക കാലത്ത് ഫലം കായ്ക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല സന്ദർഭങ്ങളിൽ, അവസരങ്ങളിൽ ഇപ്പോൾ ഈ ഫലകാലത്ത് നമ്മൾ ഫലം കൊടുക്കുന്നവരായിട്ട് തീർന്നാൽ അനേകർക്ക് അനുഗ്രഹമായിട്ട് നമ്മൾ തീരും. ദൈവനാമത്തിന് അതിന് മഹത്വമായിട്ട് തീരും. ഇവിടം വിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അനേക പ്രതിഫലങ്ങൾക്കും അത് കാരണമായിട്ട് തീരും. അപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും അല്ല, തക്ക കാലത്ത് തന്നെ ഫലം പുറപ്പെടുവിക്കുന്ന ആത്മീയ ജീവിതം നയിക്കാനിടയാകണം. 1000 ആണ്ട് വാഴ്ചയിൽ അതങ്ങനെ സംഭവിക്കും. ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേലിനോട് പറഞ്ഞ അനുഗ്രഹം, നിങ്ങൾ എൻ്റെ വചനം കേട്ട് എൻ്റെ ചട്ടങ്ങളും ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ തക്ക സമയത്ത് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എന്നാൽ നിങ്ങൾ എന്നെ അനുസരിക്കില്ല, എന്ത് സംഭവിക്കും? അതേ അധ്യായത്തിൻ്റെ 23, 24 വായിച്ച്. ആവർത്തന പുസ്തകം തന്നെ 28-ാം അധ്യായത്തിൻ്റെ 23, 24. നിന്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം ചെമ്പ്, ഭൂമി ഇരുമ്പ്. വായിച്ചു, താഴോട്ട് വായിച്ചു. നീ നശിക്കുന്ന വരെ അത് ആകാശത്ത് നിന്ന് നിന്റെ മേലെ അങ്ങനെ വീണുകൊണ്ടിരിക്കും. ഒരു വിധത്തിലും അനുഗ്രഹിക്കപ്പെടുകയില്ല. ദൈവം ആകാശത്തെയും ഭൂമിയെയും ഫലദായകമല്ലാത്ത അവസ്ഥയിലേക്ക് വരും. അത് എന്തിൻ്റെ അടയാളമാണെന്നറിയാമോ? ന്യായവിധിയുടെ അടയാളമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്നെ അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരും. നിങ്ങൾ എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നന്മ വരേണ്ടതെല്ലാം തിന്മയായിട്ട് മാറും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം.
പ്രത്യേകിച്ച് ന്യായപ്രമാണ കാലഘട്ടത്തിൽ ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. അനുസരണം അനുഗ്രഹത്തിന് നിദാനമാണ്. ഇന്നും അനുസരണത്തിന് പ്രാധാന്യക്കുറവൊന്നുമില്ല. നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് വാക്യങ്ങളൊക്കെ അറിയാം, അത് നല്ലതാണ്. അപ്പോൾ അനുസരിക്കുന്നില്ലെന്നുള്ളൊരു കംപ്ലൈൻറ്റേ ഉള്ളൂ. അത് നല്ലതാണെന്ന് നമുക്കറിയാം. ദൈവം സഹായിക്കട്ടെ. ആ നന്മ നമുക്ക് അനുഭവിക്കാനും കൊണ്ട് ഇടയാകട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ അനുസരണം അവരുടെ അനുഗ്രഹത്തിന് മുഖാന്തരമായിരുന്നു എന്നുള്ളത് ഇന്നും ഒരു പാഠമായിട്ട് നമുക്കും ഇത് വലിയ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അനുസരണം ദൈവത്തോടുള്ള ആയിരമാണ്ട് വാഴ്ചയിൽ അതൊരു പ്രത്യേക സബ്ജക്റ്റാണ്. എല്ലാവരും അനുസരിക്കും. ആരും അനുസരിക്കാതെ വിഘടിച്ച് നിൽക്കുന്ന സ്ഥിതി അന്ന് ഉണ്ടാകുകയില്ല. നമുക്ക് ആ കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ തക്ക സമയത്ത് യോഗ്യമായ കാലാവസ്ഥ, മഞ്ഞ്, മഴ, വെയിൽ, ഇതൊക്കെ കൊയ്ത്ത്, ശീതം, ഭക്ഷണം, ഇതെല്ലാം ദൈവം തക്ക സമയത്ത് തൻ്റെ ജനത്തിന് നൽകും. എങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ. ഇസ്രായേലിന് അത് കൊടുക്കാനായിട്ടാണ് ഈ ന്യായപ്രമാണമൊക്കെ നൽകി. പക്ഷേ അവരനുസരിക്കാഞ്ഞുകൊണ്ട് അത് നടപ്പിലായില്ല. അവരുടെ ഭൂമി മരുഭൂമി പോലെ ചെമ്പായി ഇരുമ്പായി മാറി. 2000-ഓളം വർഷങ്ങൾ അങ്ങനെ കടന്നു. യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് തള്ളപ്പെട്ട ശേഷം, AD 70 ശേഷം, പിന്നീട് ഈ ആധുനിക കാലത്തെ ആധുനിക ഇസ്രായേൽ 48-ലാണല്ലോ ഇസ്രായേൽ രാഷ്ട്രമുണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ അവർ കടന്നു വന്ന് മോഡേൺ ടെക്നോളജിയൊക്കെ കണ്ടുപിടിച്ച് ഇസ്രായേൽ ഇന്നത്തെ രീതിയിൽ പുനരുദ്ധരിക്കപ്പെട്ട ഒരു രാജ്യമായിട്ട് തീർന്നു. ഒരൊറ്റ ഒരുത്തം പോലും ഇല്ലാതെ ചിതറിപ്പോയി, തകർന്നുപോയി, ഇല്ലാതായ ഒരു രാജ്യം. രാജ്യമില്ലാതായെന്ന് മാത്രമല്ല, ഒരു ജനസമൂഹവും അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇല്ലാതായിപ്പോയി. ഞാൻ നിങ്ങളെ ചിതറിക്കും, ദൈവത്തിൻ്റെ വചനമായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. എന്നാൽ അവസാന കാലത്തിലേക്ക് വരുമ്പോൾ, യുഗാവസാനത്തിലേക്ക് വരുമ്പോൾ അവരെ മടക്കിക്കൊണ്ടുവരുമെന്നും ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. ദൈവവചനത്തിൻ്റെ അക്ഷരീകമായ നിവൃത്തിയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ കാണുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധവും യാദൃച്ഛ്യമൊന്നുമല്ല, ദൈവവചനങ്ങളുടെ നിവൃത്തിയാണ്. നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ആ വഴിക്കോട്ട് ഞാൻ തിരിയുന്നില്ല. എന്നാൽ ലോകത്തിൽ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നുള്ളതിൻ്റെ ഒറ്റ തെളിവ് ഇസ്രായേൽ മാത്രം മതി. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിരിക്കുക. 1948 മുമ്പ് അങ്ങനെ ഒരു രാജ്യമേ ഇല്ലായിരുന്നു. 1947 നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് അധികാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത്. 48 ഇസ്രായേൽ എന്ന് പറഞ്ഞ കൊച്ചു രാജ്യം ഉണ്ടായത്. ഇപ്പോഴും വലിപ്പത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പകുതിയേ ഉള്ളൂ. പക്ഷേ അമേരിക്ക ഉൾപ്പെടെ ഭീമന്മാർക്കെല്ലാം പേടിയാണ്. അത്രയും മതി. ദൈവവചനമുണ്ട്. ഇസ്രായേലിനെ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലായിട്ട് വയ്ക്കും. തൊടുന്നവനൊക്കെ നോവും, വേദനപ്പെടും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് തൊട്ടാലും വിവരം അറിയും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തിയാണ്. പക്ഷേ അതുകൊണ്ട് ദൈവം അവരെ അംഗീകരിച്ചു എന്ന് അർത്ഥമൊന്നുമില്ല. അവരവരുടെ തെറ്റ് തിരുത്തി മെശിഹായെങ്കിലേക്ക് വരണം. സഖറിയാ പ്രവചനത്തിൻ്റെ 13-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിൻ്റെ ഒടുവിലുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്ന പോലെ വ്യസനിക്കും. അത് മഹോദ്രവത്തിൻ്റെ ഒടുവിൽ യേശുക്രിസ്തുവിൻ്റെ പീഡനം അതിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ്. മുമ്പ് നമ്മൾ ഓർത്തതുപോലെ ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ ന്യായവിധിയും ക്രോധകലശങ്ങളും ബാധകളും മൃഗത്തിൻ്റെ മേലും അവൻ്റെ സാമ്രാജ്യത്തിന് മേലും വരുമ്പോൾ ദൈവജനമായ ഇസ്രായേലിനെ അവൻ കൂടുതൽ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അവരൊടുവിൽ പരാജയത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് വരും. യെരൂശലേം ശത്രുക്കളുടെ കയ്യിൽ പിടിക്കപ്പെടും. മൂന്നായിട്ട് തകർക്കപ്പെടും. 3-2 ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടും. വലിയൊരു കൂട്ടം ആളുകൾ കൊല്ലപ്പെടും. സ്ത്രീകളെ വഷളാക്കും. സമ്പത്ത് കൊള്ളയടിക്കും. അങ്ങനെ എതിർ ക്രിസ്തുവിൻ്റെ സൈന്യം യെരൂശലേമിനെ കീഴ്പ്പെടുത്താൻ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, ഇനിയും മാനുഷികമായിട്ട് പിടിച്ചു നിന്ന് സൈനിക ബലം കൊണ്ട് ശക്തി കൊണ്ടൊന്നും ജയിക്കാൻ പറ്റത്തില്ല. വേറെ സഹായിക്കാനും ആരുമില്ല. അപ്പോൾ അവർക്ക് ഓർമ്മ വരും. അവർ കുത്തിയമുങ്കിലേക്ക് നോക്കുമെന്നുള്ള വചനം നിവൃത്തിയാകുവാൻ മെശിഹായെ വിളിച്ചപേക്ഷിച്ച് മെശിഹായെ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മെശിഹാ രാജാവ് ആകാശമേഘത്തിൽ ഇറങ്ങി വരും. വെള്ളക്കുതിരപ്പുറത്ത് സ്വർഗീയ സൈന്യത്തോടുകൂടെ ഇറങ്ങി വരും. അതാണ് വെളിപ്പാട് 19 കാണുന്ന നമ്മുടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്. അന്ന് അവർ കുത്തിയമുങ്കിലേക്ക് നോക്കും. അവർ കുത്തിയ ആളിനെ തിരിച്ചറിയും. ആരാത്? കർത്താവാണ്. ആ കർത്താവിനെ തിരിച്ചറിഞ്ഞ ഒരു ജാതിയായിട്ട് അനുതപിച്ച് ഏറ്റുപറയും. 12 ഗോത്രങ്ങളുടെയും പേര് പറഞ്ഞിട്ട് കുലം കുലമായും സ്ത്രീജനം പ്രത്യേകമെന്നും ഏറ്റുപറയും. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കും. ഇസ്രായേൽ ജാതിയായി രക്ഷിക്കപ്പെടും. അവരെ കർത്താവ് കൈക്കൊള്ളും, അംഗീകരിക്കും. അവരെ തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ ന്യായപ്രമാണ കാലത്ത് ഈ പറഞ്ഞ പ്രമാണം അവരനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഭാവിയിൽ വരാൻ പോകുന്ന ന്യായവിധിയൊന്നും വരത്തില്ലായിരുന്നു. തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ അവർ പോകേണ്ടവരായിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണം ലഭിച്ച ദൈവജനമായ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ അബ്രഹാമി സന്തതിയായ ഇസ്രായേൽ തെറ്റിപ്പോയി. രണ്ടാമതിപ്പോൾ കൃപായുഗത്തിൽ സകല ഗോത്രങ്ങളിലും ഭാഷകളിലും ദൈവകുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടമാകുന്ന സഭയും ദൈവവചനം അനുസരിക്കുന്നതിൽ വീഴ്ച വന്നവരായിട്ട് മാറിയിരിക്കുകയാണ്. ദൈവത്തെക്കാളധികം ലോകത്തെ സ്നേഹിച്ച് ദൈവവചനത്തെക്കാളധികം മനുഷ്യപ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് സഭയും സമുദായമായി സംഘടനയായി താണുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ദൈവത്തിനും ദൈവവചനത്തിനുമുള്ള പ്രസക്തി. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, എല്ലാത്തിലും അധികം കർത്താവിനെ സ്നേഹിക്കുവാൻ, ദൈവവചനം അനുസരിക്കുവാൻ ഈ തലമുറയിലെ ദൈവമക്കൾ മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിലേക്ക് ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. എൻ്റെ അടുക്കലേക്ക് വരുവിൻ എന്നാണ് പറയുന്നത്.
യെരുശലേമിൽ നിന്ന് ഒടുവിലായി നമ്മുടെ കർത്താവ് കടന്നു പോകുമ്പോൾ തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പായി യെരുശലേം പട്ടണത്തെ നോക്കി കരഞ്ഞു എന്നാണ് വായിക്കും. യെരുശലേമേ യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ ചേർക്കുവാൻ മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഒരു മനസ്യോദ്യം. സാധാരണ ഈ കത്തോലിക്കലെ കല്യാണ ഉറപ്പിനൊക്കെ മനസ്യോദ്യം എന്ന് പറയുന്ന ചടങ്ങുണ്ട്. അതായത് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് ചെറുക്കനോട് പെണ്ണോട് ചോദിക്കുന്ന കാര്യമാണ്. ആ മനസ്യോദ്യം പോലെ നിങ്ങൾക്കോ മനസ്സായില്ലെന്നാണ് കർത്താവ് യഹൂദജനത്തെക്കുറിച്ച് പറഞ്ഞത്. അവരുടെ കാര്യം പോട്ടെ, നമുക്കോ? നമ്മളെന്ന് പറഞ്ഞ ദൈവസഭ, ഇന്നത്തെ കൃപായിക വിശുദ്ധന്മാരായ നമ്മൾക്ക് കർത്താവിനെ അനുസരിക്കുവാൻ, കർത്താവിൻ്റെ പിന്നാലെ കുരിശെടുത്തുകൊണ്ട് ചെല്ലുവാൻ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടവും നഷ്ടവും ത്യാഗവും സഹിക്കുവാൻ നമുക്ക് എത്രയും മനസ്സുണ്ട്? നമുക്ക് മനസ്സ് കുറവാ, പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ, ഇല്ലയോ? നിങ്ങൾക്കോ മനസ്സായില്ല. വീണ്ടും കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. അങ്ങനെ തന്നെ അവർ പറയും. അതെപ്പോഴാണ്? മേഘമഹത്വ പ്രത്യക്ഷതയിൽ സ്വർഗീയ സൈന്യത്തിൻ്റെ അകമ്പടിയോടുകൂടെ കർത്താവും രാജാതി രാജാവും എന്ന നാമം ധരിച്ചവനായി യേശുക്രിസ്തുവിൻ്റെ ഭരണം നീക്കി ലോകാധിപത്യം എടുത്തു കളഞ്ഞിട്ട് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ അവിടുന്ന് രാജാവായിട്ട് മടങ്ങി വരുമ്പോൾ അന്ന് അവരവനെ കാണും, അവരംഗീകരിക്കും. അന്ന് അവർ ജാതിയായിട്ട് മനം തിരിഞ്ഞ് അംഗീകരിക്കും. നമുക്കിന്ന് മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കുവാൻ സേവിക്കുവാനും അവസരമുണ്ട്. ഈ നല്ല അവസരം കളയാതെ കർത്താവിൻ്റെ വേലയിലും സേവയിലും ശുശ്രൂഷയിലും മുന്നോട്ട് കടന്നു പോകാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ആ മഹത്വപൂർണ്ണമായ വരവിൻ്റെ നാളുകൾ സമാഗതമാകുകയാണ്. പാട്ടുകാരൻ പറഞ്ഞ പോലെ രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഒരുങ്ങി നിൽക്കുന്നവർ തന്നോടുകൂടെ മണിയറയിലേക്ക് ചേരുവാനുള്ള സമയം സമാഗതമാണ്. നമ്മുടെ കർത്താവിൻ്റെ ആ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കരുതലോടും ജാഗ്രതയോടും പ്രത്യാശയോടും കൂടെ ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ കാലയളവിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സർവ്വഭൂമിയിലും വെളിപ്പെടുന്ന കാലമായിരിക്കും ദൈവ മഹത്വം, ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട്, ദൈവ തേജസ് കൊണ്ട് നിറയുന്ന ഒരു അനുഗ്രഹീത കാലമായിരിക്കും ആ കാലം. 2-3 വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. യെശയ്യാ പ്രവചനം 24-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. 24-ാം അധ്യായം 23-ാമത്തെ വാക്യം. കണ്ടോ? സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിൽ വാഴുമ്പോൾ, സിയോൻ പർവ്വതത്തിൽ വാഴുന്ന ആ കാലത്ത് എങ്ങനെ ആയിരിക്കും? അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ തേജസ്സിനെ കുറിച്ച് മാത്രമല്ല, ദൈവമക്കളുടെ തേജസ്. അതാണ് മൂപ്പന്മാരൊക്കെ, ഭരണാധികാരികളാണ്. അവരുടെ തേജസ് തന്നെ എന്താ കാണുമ്പോൾ എന്ത് സംഭവിക്കുന്ന വായിക്കുന്നത്? ചന്ദ്രനും സൂര്യനും ഒക്കെ ലജ്ജിക്കും. എന്താ ചന്ദ്രനും സൂര്യനും ലജ്ജിക്കാൻ കാര്യം? ഇന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ തേജസ്സും വെളിച്ചവും ഒക്കെ ഉള്ളത് ഈ കൂട്ടരാണ്, ഇല്ലയോ? സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന 2 ഗോളങ്ങളാണ്. അതിനേക്കാൾ വലുതൊക്കെ ഉണ്ട് സ്പേസിൽ, പക്ഷേ നമുക്കതറിയത്തില്ല. ഭൂമിയോട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രകാശഗോളങ്ങളാണ്. അത് നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ കഴിയുന്നതിൽ കവിഞ്ഞ തേജസ്സും വെളിച്ചവും അതിനുണ്ട്. അത്ര വലിയ ഈ പ്രകാശഗോളങ്ങളുടെ പ്രകാശം അന്ന് ദൈവമക്കളുടെ പ്രകാശത്തിന് മുമ്പാകെ ഒന്നുമില്ലെന്ന്. അതുകൊണ്ട് അവർക്ക് നാണം തോന്നുന്നു. അവർക്ക് തേജസ് ഇല്ലാത്തതുകൊണ്ടല്ല, ഞങ്ങളുടെ തേജസ്സിനെ കവിയുന്ന അനേകമടങ്ങായ തേജസ് ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ, അത്യുന്നതൻ്റെ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ അധ്യായമാണല്ലോ 1 കൊരിന്ത്യർ 15 അല്ലേ? അവിടെ നമ്മളെന്താ വായിക്കുന്നത്? ശരീരങ്ങളെ പുനരുത്ഥാനത്തിൽ ലഭിക്കാൻ പോകുന്ന തേജസ്സിൽ ഓരോന്നിനും പ്രത്യേകം വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ എന്ന് പറഞ്ഞിട്ട് പുനരുത്ഥാന ശരീരങ്ങളിലും ഈ തേജസ്സിന് വ്യത്യാസമുണ്ടാകും. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് ശരിയാണ്, പക്ഷേ എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. 5 വോൾട്ടിൻ്റെ ബൾബും 10 വോൾട്ടിൻ്റെ ബൾബും 50 വോൾട്ടിൻ്റെ 100 വോൾട്ടിൻ്റെ 500 വോൾട്ടിൻ്റെ ബൾബ്, എല്ലാം ബൾബല്ല, ഇതെല്ലാം കത്തും, വെളിച്ചവുമുണ്ട്. പക്ഷേ പ്രകാശത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. സംഭവം പിടി കിട്ടിയോ? അപ്പം നമുക്ക് എത്ര വോൾട്ട് കാണും? 5, 10 കൂട്ടി പറയണോ? ഇനി ഞാൻ പറയണോ മേളോട്ട്? 50, 100, 500 പറയണോ? വേണ്ട, അല്ലയോ? അങ്ങനെ ആകാൻ നമുക്ക് കഴിയണം ദൈവമക്കളെ. ആ പ്രകാശത്തിൻ്റെ തേജസ്സിൻ്റെ വർധനവ്. അപ്പോൾ ഇവിടെ ദൈവ തേജസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ് ദൈവമക്കളുടെ തേജസ്. ദൈവമക്കൾക്ക് ഇത്രയും തേജസ് ഉണ്ടെങ്കിൽ ദൈവ തേജസ് എത്ര വലുതായിരിക്കും എൻ്റെ സഹോദരങ്ങളെ? എന്നാലോചിച്ച് നോക്കിയാൽ ആ വാക്യത്തിൻ്റെ ഒടുവിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ തേജസ്സിൻ്റെ പ്രഭവ നിമിത്തം സൂര്യനും ചന്ദ്രനും ഒക്കെ നാണിച്ചു പോകുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഓവർടേക്ക് ചെയ്തല്ലോ. ഈ ഭൂമിയിൽ കറുത്തിരുണ്ട് കിടന്ന കുറേ മനുഷ്യന്മാർ, മണ്ണിനകത്ത് പണിയെടുത്തവരും വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഇംഗ്ലീഷ് അറിയാത്തവരും മണ്ടന്മാരും ലോകം കളിയാക്കുവരും തള്ളിക്കളഞ്ഞവരുമായ കുറേ ആളുകൾ സൂര്യചന്ദ്രന്മാരെക്കാൾ തേജസ്സുള്ളവരായി മശിഹായുടെ സാമ്രാജ്യത്തിൽ ജീവിക്കുന്ന കാഴ്ച അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യോഗ്യമായി ജീവിച്ചാൽ നമുക്ക് ആ സ്ഥാനത്തെത്താൻ കഴിയും. അടുത്ത വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. 35-ന്റെ 2.
ഉം. 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 അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. യഹോവയുടെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ്. ആ ദൈവ തേജസ്സിൻ്റെ ഒരു ചെറിയ പ്രകടനമാണ് പഴയ നിയമകാലത്ത് സമാഗമന കൂടാരത്തിലും പിന്നീട് യെരൂശലേം ദേവാലയത്തിൽ ഉണ്ടാക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ മേഘം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിലും ഈ മേഘസ്തംഭത്തിനും അഗ്നിസ്തംഭത്തിനും ഇത് മറ്റൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു, ഒരു ഷെക്കേന. അത് സമാഗമന കൂടാരത്തിൽ എപ്പോഴും വസിച്ചിരുന്നു. ആ മേഘം നീങ്ങുമ്പോൾ ഇവരും കൂടാരം മാറ്റി മാറ്റി യാത്ര ചെയ്യുന്ന സ്ഥിതിയായിരുന്നു. ദൈവ തേജസ്സിൻ്റെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും ഒരു അടയാളമാണ്. താൽക്കാലികമായി ആ നിത്യമായ ദൈവത്തിൻ്റെ നിത്യമായ തേജസ് വെളിപ്പെടുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ആ തേജസ് വളരെ വിപുലമായി ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ സകല ജഡവും അത് കാണുമെന്ന് പറഞ്ഞേക്കും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. തേജോമയനായ ദൈവത്തെ സേവിക്കുന്ന തേജോമയന്മാരായ ഒരു കൂട്ടം ആളുകൾ, തേജസ്കരിക്കപ്പെട്ടവർ മാത്രമല്ല, അന്ന് തേജസ്കരിക്കപ്പെടാത്തവരും ഭൂമിയിലുണ്ട്, ഇസ്രായേലുമുണ്ട്, ജാതികളുമുണ്ട്. അവരും ഇത് കണ്ട് മനസ്സിലാക്കും. അബ്രഹാമിൻ്റെ വിളിയോട് ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവർത്തി സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, തേജോമയനായ ദൈവമവന് ആ ദൈവത്തെ പിന്തുടരാൻ അബ്രഹാം തീരുമാനിച്ചു. അങ്ങനെ താൻ വിശ്വാസികളുടെ പിതാവായിട്ട് മാറിയത്. 40-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം കൂടെ വായിച്ച്, യെശയ്യാവ് തന്നെ 40:5. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും അതിനെ കാണും. സകല ജഡവും അതിനെ കാണും. ദൈവത്തിൻ്റെ മഹത്വം, ദ ഗ്ലോറി ഓഫ് ഗോഡ് വെളിപ്പെടുന്ന ദിവസമാണത്, ആ കാലമാണത്. അത് സർവ്വഭൂമിയിലും ഉണ്ടാകും. യെരൂശലേമിൽ മാത്രമല്ല, ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട്, തേജസ് കൊണ്ട് നിറയും. ദൈവ തേജസ്സിനാൽ പ്രകാശിക്കുന്ന ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതം ദൈവ സാന്നിധ്യത്തിലുള്ള ഒരു ജീവിതമായിരിക്കും. ആ ദൈവ സാന്നിധ്യം തന്നെ മനുഷ്യർക്ക് വളരെ ആശ്വാസവും അനുഗ്രഹവും നന്മയും നൽകുന്നതായിരിക്കും. സന്തോഷപൂർണമായ ഒരു മഹനീയ കാലയളവ് നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട് ഈ ഭൂമിയിലുണ്ടാകും. ആ കാലയളവിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ ഈ കാലത്ത് നമ്മൾ കർത്താവിനോടുകൂടെ സഹിക്കണം. മുമ്പൊരിക്കൽ ഞാൻ ഓർപ്പിച്ച പോലെ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. എന്താ ഈ സഹനമെന്ന് പറയുന്നത്? വിശ്വാസത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പ്, വിശ്വാസത്തിൽ പോരാട്ടം, വിശ്വാസ ജീവിതത്തിൻ്റെ എതിർപ്പുകളെയും തടസ്സങ്ങളെയും അതിജീവിച്ച് ക്രിസ്ത്യാനിയായി കഷ്ടം സഹിച്ച് കർത്താവിന് വേണ്ടി നിലനിൽക്കുക. എന്തു വന്നാലും വിശ്വാസത്തിന് വ്യതിചലിക്കാതിരിക്കുക. ജീവനെങ്കിൽ ജീവൻ വെച്ച് കർത്താവിനായിട്ട് മുന്നോട്ട് പോകുന്ന ആത്മീയ സമർപ്പണം, പ്രതിഷ്ഠ, അങ്ങനെയുള്ളൊരു പ്രതിഷ്ഠാ ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സഹോദരന്മാർ പാടിയിരിക്കുന്ന പോലെ, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ. എത്ര പേര് പറ്റുമോ? ആ ലാസ്റ്റ് വാക്ക്, അന്ത്യം വരെയും. അത് ഇടയ്ക്ക് വെച്ച് നിർത്തുമോ? ഇത്രയൊക്കെയാ, ഇത് മതി, നീ ഇതിൽ കൂടുതലും വേണ്ടെന്നാണ് അവർ പറയുന്നത്. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ, അന്ത്യം വരെയും, അന്ത്യശ്വാസം വരെയും നമുക്ക് കർത്താവിനെ അനുഗമിക്കാം. ഇന്ന് അവന് വേണ്ടി നമുക്ക് സഹിക്കാം. അവനോടുകൂടെ നമുക്ക് അവൻ്റെ സാക്ഷികളായി തീരാം. അതിൻ്റെ അനന്തരഫലമായിട്ട് നമ്മുടെ കർത്താവ് വരുമ്പോൾ അവൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ വാഴാം. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. മുമ്പൊരിക്കൽ നമ്മൾ ഓർത്തതുപോലെ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള റാങ്കാ നമുക്ക് കിട്ടാൻ പോകുന്നു. നമ്മുടെ കർത്താവ് വരും. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, വിശുദ്ധിയെ തേക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടും.